നമ്മളെല്ലാരും ഇവിടെ കൂടിയിരിക്കണത് ഈ വർഷത്തെ ഓണപരിപാടിന്റെ കാര്യങ്ങൾ സംസാരിച്ചാനാണ്. പിരിവിന്റെ കാര്യം പിന്നെ അറിയാലോ, ഞാനും ചെന്നായും കൂടിയാണ് പിരിവിന്റെ കാര്യമൊക്കെ നോക്കുന്നത്. എല്ലാവർക്കും ഡ്രസ് കോഡ്, പിന്നെ സദ്യ, കാട്ടില് വലിയൊരു പൂക്കളും നമ്മൾ ഇപ്രാവശ്യം ഇട്ടുണ്ട്. വലിയ പരിപാടി കേട്ടോ. നിലവിൽ ഇപ്പൊ എല്ലാ കോസ്റ്റ്യൂമാടി കൂട്ടി ഒരാൾക്ക് ഒരു 3500. സോറി, അത് ചെന്നായിക്ക് തെറ്റിയതാണ്. 5000 റുപ്യാണ് ഇപ്പോഴാവശ്യത്തെ നമ്മളെ പിരിവ്. നമ്മള് പരിപാടി കഴിഞ്ഞിട്ട് മണാലിക്ക് ടൂറും പോകുന്നുണ്ടോ? കടുവ് വന്നപ്പോ തൊട്ട് തുടക്കാട്ടോ. അല്ല കടുവ, എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 5000 റുപ്യ എക്സ്പെൻസ് ഉണ്ട് മൊത്തത്തിൽ. ആ ചെലവൊക്കെ കൂട്ടി വരുമ്പോഴേ. അല്ല, ഓണായിട്ട് മത്സരങ്ങളൊന്നും ഇല്ലേ? മത്സരങ്ങളൊക്കെ ഉണ്ടേ. കുപ്പിയിൽ വെള്ളം നിറക്കല്, വടംവലി ആൻഡ് ലെമൺ സ്പൂൺ. പിന്നെ ഒരു കാര്യം, ഇപ്രാവശ്യം ഞങ്ങളുടെ ടീമിന്റെ മയിലാട്ടം ഉണ്ടാവും. അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ പിരിവാണ്ട് തരില്ല. ഇതിന്റെ മയിലാട്ടുണ്ട്, അത് കുറുക്കൻ മാറാൻ കൂട്ടാണ്. ഇല്ലെങ്കിൽ പിരിവ് കിട്ടൂല. അല്ല, ഈ 5000 ഇപ്പൊ എന്തൊക്കെയാ വരുന്നത്? കടുപ്പത് വിടുന്ന കോലം കേട്ടോ. അല്ല, 5000 റുപ്യ കണക്ക് അനാൻസ് വന്ന് പാടുപടെ പരിപാടി എങ്കിലും നടത്താൻ നോക്കുമ്പോ ഇവത് മുടക്കാൻ നോക്കണേ. നമ്മള് ചോദിച്ചതാണ്, കുറുക്കന്റെ കയ്യിലല്ല കായ് കൊടുക്കണത്. കൂടുതൽ തർക്കിച്ചാലും നേരല്ല. നമുക്ക് ആദ്യം ഡ്രസ് കോഡിന്റെ കാര്യം തീരുമാനാക്കാം. ഇപ്രാവശ്യം നമ്മൾ ആരും എടുക്കാത്തൊരു വെറൈറ്റി കളറാണ് എടുത്തിരിക്കുന്നത്, മറൂൺ. വെറൈറ്റി തന്നെ. ഡ്രസ് കോഡ് നമ്മൾ ഒരാൾക്ക് 1500 കണ്ടുള്ളൂ. പക്ഷെ ആനക്ക് ഒരു 3000 രൂപ ആവട്ടെ ഡ്രസ് കോഡിന്. ഇത് എനിക്ക് 3000 കണക്ക്. അല്ല, അനക്കിപ്പോ 250 റുപ്യക്ക് എന്റെ തുണി കിട്ടുന്ന കരുതിക്കണ്. ഇത് തിരുപ്പൂരിന്ന് വരുന്ന തുണിയാണ്. ഓൺ ഓഫർ ആയതുകൊണ്ട് 3000 റുപ്യ കിട്ടിയ ലാഭാന്ന് കൂട്ടിക്കോച്ചി. അങ്ങനെ നിങ്ങളെ നടത്തിക്കോളൂ, ഞാൻ ലോണത്തിന്. ആന പോയി ഡ്രസ് കോഡിന്റെ അടക്കട്ടെ. അല്ല, എന്താ ഫുഡ് എന്താ? ഫുഡ് സാധാരണ ഓണത്തിന് എന്താ ഉണ്ടാവില്ല? സദ്യ. അത് തന്നെ. ഈ ഓണത്തിന് സദ്യ എങ്ങനെ ഈ പുല്ലും വൈക്കോലൊക്കെ തിന്നാ? എനിക്ക് ഇറച്ച മീനോ എന്തേലൊക്കെ വേണം. ഒരു ദിവസമല്ലടാ, ഗതി കെട്ടാ പുലി വരെ പുല്ലും തിന്നൂലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അത് പുലി, ഇത് കടുവ. ഫുഡിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഫുഡിന്റെ പൈസയും പോയി. ഇനി പൂക്കള നാകളായ്മ പിടിച്ച. ഇങ്ങുള്ളത് പൂക്കളാണ്. അയിമ കുറച്ച് ലാഭം ഉണ്ട് കേട്ടോ. നമ്മളെ കാട്ടിൽ തന്നെ പറിച്ചിട്ടാണ്. അതിന് 1500 റുപ്യ വരുന്നുള്ളൂ. കാട്ടത്തെ പൂവെങ്ങാനും പറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും മുഖത്ത് ഞാൻ കുത്തിയിട്ട് വിതാക്കും ഞാൻ. അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് മനസ്സിൽ കുടിച്ചാൽ കാര്യമില്ല. അപ്പൊ ഈ കാട്ടത്തെ പൂ തന്നെ വേണം. പൂവാണെന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ട ഗുഡലേടെ പോയി കൊണ്ടുവരണം. ലാഭമില്ല. ഗുണ്ടൽപേട്ട ഒക്കെയാണേ. മുണ്ടൽപേട്ട ആകുമ്പോൾ ഒരു 3000 റുപ്യ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അപ്പൊ മൊത്തത്തിലൊരു 8000 റുപ്യ ആവും. ഓണം വേണ്ട, ഒരു തേങ്ങി വേണ്ട, പൈസ ഉണ്ടാക്കാൻ ഓര് കണ്ട പുതിയ അടവാത് ഓരോ ഞാൻ തീർക്കും. ഇങ്ങോട്ട് പോയി. പിന്നെ ക്രിസ്മസിന് 15000 റുപ്യന്റെ ലോ ബഡ്ജറ്റ് പരിപാടി ഉണ്ട്, അത് നോക്കിയാലോ.